പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ താൻ വിജയിച്ചാൽ അടുത്ത 5 വർഷക്കാലം നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതികൾ സംബന്ധിച്ച് വികസന രൂപരേഖ പുറത്തിറക്കി എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി. ശബരിമല വികസനം മുതൽ സ്ത്രീ ശാക്തീകരണത്തിലുള്ള പദ്ധതികൾ വരെ വികസന രൂപരേഖയിലുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി വികസന രൂപരേഖ പുറത്തിറക്കി. MP ആയാൽ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് മാറ്റിയെടുക്കുമെന്ന് അനിൽ ആന്റണി പറയുന്നു. ഇവിടെ വികസനം ഇവിടെ ഈ മണ്ഡലത്തിലെ ചർച്ചാ വിഷയം കഴിഞ്ഞ 15 വർഷത്തെ വികസന മുരടിപ്പും ഇനി അടുത്ത 5 വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുമാണ്. ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം, അടുത്ത 5 വർഷം ഒരു MP എന്നുള്ള നിലയിൽ നിന്ന് തെരഞ്ഞെടുത്താൽ നിങ്ങൾ കഴിഞ്ഞ 50 വർഷത്തിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, ഇവിടെ 50 വർഷം കണ്ടതിനേക്കാൾ വികസനങ്ങൾ ഇവിടെ അടുത്ത 5 വർഷത്തിൽ കൊണ്ടുവരും. ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായതിനു ശേഷം കഴിഞ്ഞ 10 വർഷം ആദ്യത്തെ 67 വർഷത്തിൽ കണ്ടതിനേക്കാൾ കൂടുതൽ വികസനം ഇന്ത്യ കണ്ടു. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുകയാണ്, അടുത്ത 5 വർഷത്തിൽ നിങ്ങൾ കഴിഞ്ഞ 50 വർഷത്തിൽ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നിരിക്കും. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ എന്താണ് പത്തനംതിട്ടയുടെ വികസന രൂപരേഖ? എന്താണ് അനിൽ ആന്റണിയുടെ വാഗ്ദാനം? ഇപ്പോൾ വിവാദ വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയാണ്, അതിനോട് പ്രതികരിക്കുന്നില്ലേ? പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി വിജയിച്ചാൽ വരുന്ന 5 വർഷം എന്തൊക്കെ പദ്ധതികൾ ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പാക്കുമെന്ന് സംബന്ധിച്ചുള്ള വികസന രൂപരേഖയാണ് കഴിഞ്ഞ ദിവസം അനിൽ ആന്റണി പുറത്തിറക്കിയത്. ഇത് പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു രൂപരേഖ തന്നെയാണിത്. സ്ത്രീ ശാക്തീകരണം മുതൽ റോഡുകളുടെ വികസനം, കാർഷിക മേഖല, ഒപ്പം തന്നെ വ്യാവസായിക മേഖല, എല്ലാ മേഖലകളെയും സമഗ്രമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീ പ്രധാനമായും സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് കൂടി പങ്കാളിത്തമുള്ള വ്യവസായ സംരംഭങ്ങൾ മണ്ഡലത്തിൽ തുടങ്ങും. അത് ദേശീയ തലത്തിലേക്ക് അത്തരം സംരംഭങ്ങളെ എത്തിക്കുമെന്ന് ഈ വികസന രൂപരേഖയിൽ പറയുന്നുണ്ട്. മറ്റൊന്ന് തീർത്ഥാടന കേന്ദ്രങ്ങൾ സംബന്ധിച്ചാണ്. ശബരിമലയെ വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികൾ അനിൽ ആന്റണി ഈ വികസന രൂപരേഖയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ശബരിമലയിലേക്കുള്ള റോഡുകളുടെ വികസനം, ഒപ്പം തന്നെ ശബരിമലയെ ദക്ഷിണേന്ത്യയിലെ അയോധ്യയാക്കുമെന്നാണ് ഈ വികസന രൂപരേഖയിൽ അനിൽ ആന്റണി വാഗ്ദാനം ചെയ്യുന്നത്. പ്രധാനമായും തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ് വികസനം, ഒപ്പം തന്നെ ശബരിമലയോടനുബന്ധിച്ചുള്ള ഗ്രീൻഫീൽഡ് വിമാനത്താവളം, അങ്ങനെ സമഗ്രമായിട്ടുള്ള പദ്ധതി തന്നെ ശബരിമലയുമായി ബന്ധപ്പെടുത്തി ഈ വികസന രൂപരേഖയിൽ പറയുന്നു. മറ്റൊന്ന് കാർഷിക മേഖലയാണ്. റബ്ബർ കർഷകർ ധാരാളമുള്ള സ്ഥലമാണ്. റബ്ബറിന് മതിയായിട്ടുള്ള താങ്ങുവില ഉറപ്പാക്കും. റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകും. റബ്ബർ പാർക്ക് ഉൾപ്പെടെ വലിയ സംരംഭങ്ങൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുവരുമെന്നും വികസന രേഖയിൽ പറയുന്നുണ്ട്. മറ്റൊന്ന് ഈ വന്യജീവി ആക്രമണം ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ലോക്സഭാ മണ്ഡലം. വന്യമൃഗ ആക്രമണം തടയുന്നതിനുള്ള സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും സൈനിക സ്കൂൾ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് ഈ വികസന രൂപരേഖയിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി മുന്നോട്ട് വയ്ക്കുന്നത്. സ്മൃതി.